മോഹനകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്നൊരു ത്രികക്ഷി സംവിധാനത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സമിതി മുൻപ് കൃത്യമായി എല്ലാ വർഷവും യോഗം ചേരുകയും തൊഴിലുടമയ്ക്കും ട്രേഡ് യൂണിയനുകൾക്കും സർക്കാരിനും പറയാനുള്ളത് കേൾക്കുകയും എല്ലാ ആശങ്കകളും അവിടെ റേസ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ ഒരു സംവിധാനം തന്നെ രാജ്യത്ത് ഇല്ലാതാകുകയാണ്. അതിന് പിന്നാലെ ഇതാ ട്രേഡ് യൂണിയനുകളുടെ ശബ്ദത്തെ ഏറെക്കുറെ പൂർണ്ണമായും അടിച്ചമർത്തുന്ന തരത്തിൽ ഒരു ലേബർ കോഡ് കൂടി കൊണ്ടുവരുന്നു. അത് തൊഴിലാളികൾക്ക് അനുകൂലം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ ഭാരം ചുമക്കുന്ന കഴുതകൾക്ക് മുൻപിൽ ഇങ്ങനെ ഒരു പച്ചപ്പുല്ല് നിരന്തരം കാണിക്കും. അപ്പോൾ അത് ഇപ്പോൾ കിട്ടുമെന്ന് തോന്നും. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഇതിലെ പല വ്യവസ്ഥകളും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തൊഴിലാളികളെ ബാധിക്കുക? ശ്രീ മോഹനകുമാർ, നോക്കൂ, ഇത് തൊഴിലാളികളെ ബാധിക്കുന്നതിലുപരി ഇന്ത്യൻ സമൂഹത്തെ അടുത്ത ഒരു 125 വർഷത്തേക്ക് പിറകോട്ട് കൊണ്ടുപോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിൽ മിനിമം വേജസ് പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് വേണമെന്ന ആദ്യമായി ആവശ്യം ഉന്നയിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകൾക്കെല്ലാം അത് ബോധ്യമുള്ളതാണ്. 1919 ബ്രിട്ടീഷുകാരനായ പ്ലാന്ററാണ് ബംഗാൾ അസംബ്ലിയിൽ ആവശ്യപ്പെടുന്നത്. അന്ന് അങ്ങനെ ആവശ്യപ്പെടാനുണ്ടായ കാര്യം ആസാമിലെ തേയിലത്തോട്ട തൊഴിലാളികൾക്കിടയിൽ അവരുടെ കുട്ടികളെ വളർത്താൻ സമയമില്ലാത്തതുകൊണ്ട് വർക്കിംഗ് അവേഴ്സ് കൂട്ടിയപ്പോൾ അടുത്ത തലമുറ ഉണ്ടായി വരാത്തതുകൊണ്ട് തേയിലം തോട്ട തൊഴിലാളികളെ കിട്ടാതെയായി. രണ്ടാമത് ഈ തോട്ടം തൊഴിലാളികൾക്ക് തന്നെ വർക്കിംഗ് അവേഴ്സ് 15-16 മണിക്കൂറായപ്പോൾ അവരുടെ ആയുർദൈർഘ്യവും ആരോഗ്യവും വളരെയധികം മോശമായി അവർ പെട്ടെന്ന് മരിക്കാൻ തുടങ്ങി. ഇങ്ങനെ തേയിലത്തോട്ടത്തിന് തൊഴിലാളികളെ കിട്ടാതെ ആയപ്പോൾ എത്രയും വേഗം മിനിമം കൂലി നടപ്പിലാക്കണം, മിനിമം അവേഴ്സ് വർക്ക് നടപ്പിലാക്കണമെന്ന് ബ്രിട്ടീഷ് പ്ലാനർമാർ ആവശ്യപ്പെടേണ്ടി വന്നു. ഈ 1919 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യയിലും ഏഷ്യയിലുമുള്ള തേയിലത്തോട്ടങ്ങളിലും മറ്റ് പ്ലാന്റേഷനിലും നിലവിലിരുന്ന അതിക്രൂരമായ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്ക് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകും എന്നാണ് ഈ ലേബർ കോഡ് എന്ന് പറയുന്ന വാക്കിലൂടെ. കോഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, അത് ഡിസ്പ്യൂട്ട്സ് ആക്റ്റാണ്. അല്ലെങ്കിൽ മിനിമം വേജസ് ആക്ട്, നമുക്ക് കോടതിയിൽ പോവാം. ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത, ഈ 2020 സെപ്റ്റംബർ പാർലമെൻറ്റ് സെഷനിൽ പാസ്സാക്കിയ ഈ ആക്റ്റുകൾ 2025 നവംബർ മാസം 21-ാം തീയതി ഇത് നടപ്പിൽ വരുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ റൂളുകൾ ഇതുവരെ ഫോം ചെയ്തിട്ടില്ല എങ്കിൽ ഇത് നടപ്പിലാക്കുന്ന മുതലാളിമാരുടെ മൂലധനത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഏത് വിധത്തിലും ഇത് വ്യാഖ്യാനിക്കാം. ഇതിൻ്റെ റൂളുകൾ ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇപ്പോൾ മിനിമം വേജസ് എന്ന് പറയുന്നത് വളരെയധികം തൊഴിലാളികൾ അവരുടെ ആളുകൾ ജീവൻ കൊടുത്ത് നേടിയെടുത്ത ഒരു നിയമമാണ് മിനിമം വേജസ് ആക്ട്. പല സംസ്ഥാനങ്ങളിലും മിനിമം വേജ് എന്ന് പറയുന്ന ഒരു നടപടിയേ ഇല്ലാതെ ആയിരിക്കുകയാണ് ഈ ആക്ടിലൂടെ. അതിന് പകരം വയ്ക്കുന്നത് ഫ്ലോർ വേജ്. നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ തറവില പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ തൊഴിലാളികൾക്ക് തറവില പ്രഖ്യാപിക്കുന്ന ഒരു ആക്റ്റായി മാറുകയാണ് ഫ്ലോർ വേജ്. ആ ഫ്ലോർ വേജ് പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? ഓരോ സംസ്ഥാനങ്ങൾക്കും വിട്ടുകൊടുത്തേക്കാണ്. നിങ്ങൾക്ക് രാജസ്ഥാനിൽ വേണമെങ്കിൽ 150 രൂപ ഫ്ലോർ വേജ് പ്രഖ്യാപിച്ച് മുതലാളിമാരെ മൂലധനത്തിന് ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലേക്ക് ആകർഷിക്കാൻ. അപ്പോഴാണ് ഗുജറാത്ത് പറയുന്നത്, ഞങ്ങൾ തൊഴിലാളികൾക്ക് 100 രൂപയാണ് തറവില നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ദിവസം തൊഴിലാളികൾക്ക് 100 രൂപയും 20 മണിക്കൂർ ജോലിയും, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഇങ്ങനെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും മൂലധനത്തിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടിയാണ് ലേബർ അവേഴ്സ്. അവർ പറയുന്നു, ഈ ലേബർ കോഡിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പറയുന്നുണ്ട്, എന്താണ്, 48 മണിക്കൂർ ജോലി ചെയ്താൽ മതി. 48 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ അടുത്ത സെൻറ്റൻസിൽ പറയുന്ന വാക്കെന്താണ്? അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനവും അവർക്ക് ആവശ്യമുള്ള മൂലധനത്തിനെ ആരുടെ വേണോ, ഏത് മൂലധനത്തിനെയാണോ സ്വീകരിക്കാൻ ഇഷ്ടം, അവർക്ക് വേണ്ട രീതിയിൽ ലേബർ അവേഴ്സ് 48 എന്നുള്ളത് 68ഉം 78ഉമാക്കി 19ാം നൂറ്റാണ്ടിൽ നിലവിലിരുന്ന പ്ലാന്റേഷൻ സെക്ടറിൽ നിലവിലിരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റും. ഇനി അടുത്ത് ഇവിടുത്തെ IAS ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് വരാൻ പോകുന്ന ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് ആണ്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് IAS ഇപ്പോൾ നിയമിക്കുന്നത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം പ്രൊബേഷൻ, അത് കഴിഞ്ഞ് പെർമനൻ്റ് ആകുന്ന ആളിന് ഒരുപക്ഷെ ഏതെങ്കിലും കാരണവശാൽ ദീർഘകാലം ലീവ് എടുക്കേണ്ടി വന്നാൽ തിരിച്ചു വരുമ്പോൾ ജോലി സുരക്ഷിതത്വത്തോടെ ഉണ്ടാവും. പല നിയമങ്ങൾ നിലവിലുണ്ട്. ഇനി അതില്ല.
പക്ഷേ അതിന് പകരം വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. 12 മാസം ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടും. നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് 5 വർഷം ജോലി ചെയ്താലേ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന വലിയൊരു സംഭവമൊന്നുമല്ല. 1 വർഷം നിങ്ങൾ ഒരു 5 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആ സ്ഥാപനം അത് അനുവദിക്കുകയാണെങ്കിൽ ജോലി ചെയ്ത 1 വർഷത്തിന് ആ അവസാനം വാങ്ങിയ മാസത്തെ ശമ്പളത്തിൻ്റെ 15 ദിവസ ശമ്പളം 1 വർഷത്തിന് കൊടുക്കും. അങ്ങനെ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വർഷം 15 ദിവസം ശമ്പളം എന്ന് പറഞ്ഞ് കൊടുക്കും. 1 വർഷം പിരിഞ്ഞു പോകുന്ന ഒരാളിന് 15 ദിവസം ശമ്പളം കൊടുത്തുവിടും. പക്ഷേ ഇപ്പോൾ തന്നെ കമ്പനികൾ മാറ്റി എഴുതാൻ തുടങ്ങി. 15 വർഷം അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, 11 മാസമേ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുള്ളൂ. നിങ്ങളെ 11 മാസത്തേക്ക് ഇവിടെ നിയമിച്ചിരിക്കുന്നു. ഗ്രാറ്റുവിറ്റി ഇല്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റായി കാണിക്കുന്നത്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന സമ്പ്രദായം ഇതോടെ നിർത്തലാക്കിയിരിക്കുന്നു. സോഷ്യൽ സെക്യൂരിറ്റി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമായി ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കും. രാത്രി സമയങ്ങളിലും ജോലി ചെയ്യാം. അത് ഹസാർഡസ് ആയുള്ള വ്യവസായങ്ങളിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇന്ന ജോലികൾ അവർക്ക് സ്വമേധയാ നിഷേധിക്കാനുള്ള അവസരമുണ്ട്, അതിനുള്ള നിയമമുണ്ട്. എന്നാൽ ഇനി അവർ നിർബന്ധപൂർവം അവർ താല്പര്യം കാണിക്കേണ്ടി വരും. നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ രാത്രി 12 മണി മുതൽ രാവിലെ 4 മണി വരെയുള്ള ഷിഫ്റ്റിൽ ജോലി ചെയ്തോളൂ. ഈ ഹസാർഡസ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണമെന്ന് പറയുന്നതാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആണ് ഈ ലേബർ കോഡ് വഴി നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. ഈ ലേബർ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പാസ്സാകുന്ന IITയും IIM പോലുള്ളവരിൽ നിന്ന് 38% പേർക്ക് തൊഴിലില്ലാതെ അലയുകയാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുടെ ഒരു രീതിയാണത്. ഇന്ത്യയിലെ 85% ലേബർ 50 കോടി വരുന്ന ലേബർ ഫോഴ്സിൽ 85% 35 വയസ്സിന് താഴെയുള്ളവരാണ്. എവരെയാണ് ഒരു തരത്തിലുള്ള ജോലി സുരക്ഷിതത്വമില്ലാതെ നിലനിർത്താൻ പോകുന്നത്? 50% പേരും 25 വയസ്സിന് താഴെയാണ്. ഇവിടെയാണ് 33% തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ രൂക്ഷമായ തൊഴിലില്ലായ്മ ഒരിടത്ത് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന ഇന്ത്യയുടെ ട്രേഡ് ഉൾപ്പെടെയുള്ള ട്രേഡ് മന്ദീഭവിച്ചപ്പോൾ വിദൂരമായ ഭാവിയിൽ പോലുമല്ല അടുത്ത് തന്നെ വലിയൊരു സാമ്പത്തിക മാന്ദ്യം മുന്നിൽ കണ്ടുകൊണ്ട് ലോക മൂലധനത്തെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ളതിൽ ഇന്ത്യയിലെ തൊഴിലാളികൾ നൂറ്റാണ്ടുകളായി നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും ഈ 4 ലേബർ കോഡിലൂടെ അവർക്ക് ഇല്ലാതെയാക്കുകയാണ്. ശരി, ഓക്കെ.